അച്ഛനും ഗിരീഷേട്ടനും പാർട്ടിയിലെ ഒരു വിഭാഗവും എന്റെ നേർക്ക് വിരൽ ചൂണ്ടിയപ്പോ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? ഭാര്യയല്ലേ? വേണ്ട, ഒരു മനുഷ്യ ജീവിയല്ലേ? ആരോപണങ്ങൾ സഹിക്കാൻ പറ്റാതെ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ? അങ്ങനെ ചെയ്താലും ആർക്കെന്നെ നഷ്ടമല്ലേ? എന്നെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തണമെന്നേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു. മറ്റാരുടെ മുമ്പിൽ തല താഴ്ത്തിയാലും എനിക്ക് വിഷമമില്ല. പക്ഷെ അച്ഛന്റെ മുമ്പില് ഞാനൊരു അഴിമതിക്കാരിയും ജനവഞ്ചകയൊക്കെ ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വില നന്ദുവിന് അറിയില്ലെങ്കിലും എനിക്കറിയാം. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ശാന്തതയെക്കാളും വലിയ സമാധാനം അനുഭവിക്കുന്നതേ അച്ഛനായിരിക്കും. അച്ഛൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ ദേവിക തെറ്റുകാരിയല്ലെന്ന് അറിഞ്ഞതിന്റെ സ്വസ്ഥതയിലായിരിക്കും അച്ഛനിപ്പോ. നിന്നോടുള്ള ദേഷ്യം എനിക്ക് എങ്ങനെ തീർക്കണമെന്ന് അറിയില്ല. നന്ദു എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നെ കൊല്ലണോ? ആയിക്കോ. എനിക്ക് പേടിയില്ല, ഒരു പ്രശ്നവുമില്ല. സത്യം വിളിച്ചു പറയുമ്പോ കിട്ടുന്ന സമാധാനവും സുഖമൊക്കെ ഞാനിപ്പോ അറിയുക. എനിക്കറിയാം നന്ദുവിന്റെ മനസ്സിലും ഒരുപാട് രഹസ്യങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്. ഒക്കെ തുറന്നു പറഞ്ഞ് ജീവിതത്തിലെ സന്തോഷം കൊണ്ടുവരാൻ നോക്ക്. എന്താ അമ്മയ്ക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? ഒന്നും പറയാനുണ്ടാവില്ല. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ പ്രഭ കുഞ്ഞിനും ഒന്നും പറയാനുണ്ടാവില്ല. എന്നാലും ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ നടന്നിരിക്കുന്നത്. ദേവികയാണ് പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന് പറഞ്ഞ് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു അവളെ കുറിച്ച്. അവസാനം കള്ളം ചെയ്ത് ആരാണെന്ന് തെളിഞ്ഞപ്പോ കമാന്നൊരക്ഷരം മിണ്ടുന്നുണ്ടോ നോക്ക്. ദേവികയ്ക്കെതിരെ ഈ ബഹളങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴെങ്കിലും പ്രഭാന്റിക്കുന്നു തുറന്നു പറയായിരുന്നു ആന്റി നന്ദനും കൂടിയാ ഈ കുറ്റമൊക്കെ ചെയ്തതെന്ന്. പ്രഭകുഞ്ഞാണ് ആ പ്ലാന്റിന് അനുമതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും. കാരണമുണ്ട്. പക്ഷേ കാരണക്കാര് രണ്ടുപേരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. സിദ്ധു അങ്കിൾ അറിഞ്ഞ സ്ഥിതിക്ക് വൈകാതെ എല്ലാം പുറത്തു വരും. പുറത്തു വരട്ടെ, അപ്പ കാണാം. പ്രഭകുഞ്ഞ് ഒന്നും കാണാതെ ഇങ്ങനെ ഒരു ശുപാർശ ചെയ്യില്ല. പലതും കണ്ടിട്ട് തന്നെയായിരിക്കും ശുപാർശ പറഞ്ഞത്. എന്നാലും നന്ദൻ ഇതിന് കൂട്ടു നിന്നല്ലോ. നിന്റെ കൂട്ടുകാരനല്ലേ നന്ദുമോൻ? നീയും ദേവിക ഒന്നും അറിയാതെ എങ്ങനെ സംഭവിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. നന്ദൻ കുറെ കാലമായിട്ട് വേറെ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. പഴയ നന്ദനൊന്നും അല്ല ഇപ്പൊ. അവൻ വലിയ ബിസിനസ്സുകാരനും കമ്പനിയൊക്കെ ആയപ്പോ കച്ചവട മനസ്ഥിതി വന്നു കാണും. എനിക്ക് തോന്നണത് ദേവികയും നന്ദമോനും കൂടി പ്രഭകുഞ്ഞിന് ഇതിൽ പെടുത്തിയതാന്നാ. അമ്മേ, വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ. പ്രഭകുഞ്ഞ് എന്ത് ഉടായ്പ കാണിച്ചാലും ന്യായീകരിക്കാൻ എന്ത് ഉത്സാഹം നോക്ക്. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ആള് മാറിന്നൊക്കെയാ കരുതിയിരുന്നേ. ഇതിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണെന്നാ മനസ്സിലാവാത്തെ. പാവം ദേവിക ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും ഭർത്താവിനെ അമ്മയെ ഇത്രയും നാളായിട്ട് ഒറ്റ കൊടുത്തിട്ടില്ല. അവിടെയാണ് അവളുടെ മഹത്വം. ഇനി സിദ്ധാർത്ഥ സാർ പ്രഭകുഞ്ഞായിട്ട് വഴക്കാവോ? സിദ്ധാർത്ഥ സാർ പ്രഭകുഞ്ഞിനോട് ദേഷ്യപ്പെടുവോ? എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. പിന്നെ ദേഷ്യം കാണിക്കാതെ. അങ്കിള് മാത്രമല്ല, നാട്ടുകാര് മുഴുവൻ പ്രഭാന്റിയെ വെറുക്കും. അമ്മ നോക്കിക്കും. ദേവികയെ സമൂഹത്തിൽ ആക്ഷേപിച്ചതിന് ആന്റിക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടിയിരിക്കും, അത് ഉറപ്പാ. അമ്മ, ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പ്രഭാന്റിക്ക് സപ്പോർട്ടുമായിട്ട് സംസാരിക്കരുത്.
ഇക്കാലം അത്രയും ഇതുപോലൊരു ചതി എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. തന്റെ മരുമകളെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം താനും സാക്ഷിയായിരുന്നില്ലേ? ഒരക്ഷരം മിണ്ടാതെ താൻ നിന്നത് തന്റെ മകനെ രക്ഷിക്കാനായിരുന്നു അല്ലേ? എന്റെ മകളാ ദേവിക, അവളെയാ താനൊക്കെ കൂടി ചതിപ്പെടുത്തിയത്. നിന്റെ ഭാര്യയല്ലേ അവള്? ആ പാവത്തിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ നീ. എന്തായാലും ശരി, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആ പ്ലാൻ അനുമതി വാങ്ങിക്കൊടുത്തതെന്ന് എനിക്കറിയണം. മിണ്ടാ എന്നിട്ട് കാര്യമില്ല പ്രഭ, എനിക്കറിഞ്ഞേ പറ്റൂ. അച്ഛാ, ഞാൻ പറഞ്ഞതിനെ കാരണം കെവിനെ സഹായിക്കേണ്ട ഒരു ആവശ്യം വന്നു. കെവിന്റെ പരിചയക്കാരനാ കെ നായര്. കെവിൻ നിർബന്ധിച്ചപ്പോ അനുസരിക്കേണ്ടി വന്നു അച്ഛാ. എനിക്കൊരു ജീവിതം തന്നവനല്ലേ അവൻ. അവനൊരാവശ്യം പറയുമ്പോ ചെയ്തു കൊടുക്കണ്ടേ അച്ഛാ? നമുക്കൊരു സഹായം ചെയ്തു വെച്ച് നമ്മൾ അഴിമതിക്ക് കൂട്ടിക്കണമെന്നുണ്ടോ? ഇത് കണ്ടിട്ട് ആ ജോലി തന്നെങ്കിൽ ആ ജോലി വേണ്ടാന്നും പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വരണമായിരുന്നു. നീ നിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെ ഭീരുവായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാടാ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നെങ്കിൽ മാന്യനായിട്ട് ജീവിക്കണം. സിദ്ധു, ഞങ്ങൾ തെറ്റ് ചെയ്തു. ചില സന്ദർഭത്തിൽ നമ്മൾ തെറ്റും ശരിയൊന്നും നോക്കില്ല. അതുപോലൊരു സന്ദർഭത്തിൽ അങ്ങ് ചെയ്തു പോയതാ. ക്ഷമിക്ക് സിദ്ധു. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. മരിക്കുവോളൂ ഈ ചതി എന്റെ നെഞ്ചിൽ ഒരു മുറിപ്പാട് പോലെ കിടക്കും. പിന്നെ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, ദേവിയോടാ. അവൾ ക്ഷമിക്കുവോ നിങ്ങളോട്? ഞാൻ അവളെ കുത്തുവാക്കു പറയെ അകറ്റി നിർത്തി അവഹേളിക്കുകയൊക്കെ ചെയ്തപ്പോ തനിക്ക് അവളോട് സഹതാപം തോന്നിയില്ലല്ലോ. നീ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണല്ലേ അവള്? മനുഷ്യത്വവും ദയയും കാരുണ്യൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് ഇത്രയ്ക്ക് അങ്ങ് പറ്റിപ്പോയോ? അച്ഛാ, ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നോ? അറിയാതെ സംഭവിക്കുന്ന അബദ്ധം. ഇത് പൂർണ്ണമായി അറിഞ്ഞിട്ടും വരും വരായികൾ അറിഞ്ഞിട്ടുവാ നിങ്ങൾ ചെയ്തിരിക്കുന്നേ. അത് അബദ്ധമല്ല, തെറ്റാ, ക്രൈമാ. അതിന് ശിക്ഷ തന്നെ വേണം. ഏത് രൂപത്തിലെങ്കിലും കിട്ടും. ആ പ്ലാന്റ് കാരണം വെളപ്പിൻകോടെ ജനങ്ങൾ അനുഭവിക്കുന്നതിലും വലിയ മാനസിക സമ്മർദ്ദം ദേവിക അനുഭവിച്ചു. എന്നിട്ടും അവൾ അവസാനം വരെ നിങ്ങളെ ഒറ്റ കൊടുത്തില്ല. ആ കെവിന്റെ ഇസബെല്ലയുടെ ഇടപെടലിൽ എനിക്ക് സംശയമുണ്ട്. അവരുടെ ഉള്ളിൽ മറ്റെന്തോ ലക്ഷ്യമുള്ളതുപോലെ. ഒക്കെ ഞാൻ കണ്ടുപിടിക്കും. ഇസബെല്ലയോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ രീതിയിൽ അങ്ങനെ തുടരണ്ട. ദേവിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും നീ ഇവിടെ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു കേട്ടോടാ. പ്രഭ, മക്കള് വഴിപിടിച്ച് പോകുമ്പോ അതിന് കുട പിടിച്ചു കൊടുത്തിട്ടുള്ള അമ്മമാര് അവസാനം വേദനിച്ചിട്ടേ ഉള്ളൂ. തെറ്റിന്റെ പാതയിലൂടെ കയറുതിരി വിടുമ്പോ അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ആശ്വാസമായിരിക്കും. പിന്നീട് നടന്നു തീർക്കേണ്ട ദൂരം അപകടത്തിലൂടെയാ. തിരുത്താൻ പറ്റാത്ത തെറ്റിലൂടെ പോകാതെ താൻ തന്റെ മോനെ തിരുത്തണമായിരുന്നു. ഈശ്വര,
വേറൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് നന്ദുവിനെ ധിക്കരിച്ച് എല്ലാം അച്ഛനോട് വിളിച്ചു പറഞ്ഞത്. വലിയൊരു തെറ്റ് മറച്ചു വെച്ച് എനിക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നോട് മാപ്പാക്കണേ. ഇതിന്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളണേ ഭഗവാനെ. ഈശ്വര. മോള് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഒന്ന് കാണാന്ന് കരുതിയത്. ആന്റി ഇവിടെ അടുത്തുണ്ടായിരുന്നു അല്ലേ? മോളെന്താ ഒറ്റയ്ക്ക് വന്നേ? പ്രഭയും നന്ദനും ഒന്നും വന്നില്ലേ? ഒറ്റയ്ക്ക് വരാനാ തോന്നിയത്. ഭഗവാനെ ഒന്ന് കാണണമെന്ന് പെട്ടെന്ന് തോന്നി. മനസ്സിന് വലിയ സമാധാനം കിട്ടിയ ദിവസം ഇന്ന്. ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ. അതിന്റെ ഒരു ശാന്തതയില്ല ഈശ്വരനെയും കൂടി കാണണമെന്ന് തീരുമാനിച്ചത്. എന്താ മോളെ കാര്യം? മനസ്സിനെ പുകച്ചുകൊണ്ടിരുന്നൊരു രഹസ്യം ഞാനിന്ന് പരസ്യം വെക്കാം ആന്റി. വീട്ടിലും അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞു. എന്താ ദേവിക, എന്താ കാര്യം? KK നായരുടെ പ്ലാന്റിന് ലൈസൻസ് കൊടുത്തില്ലേ? അതിന്റെ കാര്യം തന്നെ ആന്റി. ആരോപണവും അപവാദവും ഒക്കെ കേട്ട് മടുത്തു. ചെയ്യാത്ത തെറ്റെന്ന് പറയുന്നില്ല, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിച്ച തെറ്റിനായിരുന്നു ഞാൻ ഇതുവരെ ശിക്ഷ അനുഭവിച്ചിരുന്നത്. എല്ലാം അച്ഛനോട് പറഞ്ഞ് അഗ്നിശുദ്ധി വരുത്തിയതുപോലെയാ ഞാൻ നിൽക്കുന്നത്. ഇന്നെല്ലാം അച്ഛനെ അറിയിച്ചു കഴിഞ്ഞപ്പോ കുറ്റബോധമൊക്കെ മനസ്സിൽ നിന്ന് പോയി. അല്ല മോളെ, പ്രഭയും നന്ദനും ഒക്കെ എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചേ? എന്താ മോളെ അവരിങ്ങനെ ചെയ്തേ? ഇനിയിപ്പോ KK നായരിൽ നിന്ന് എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്കറിയില്ല ആന്റി എന്താ സംഭവിച്ചെന്ന്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള എന്തോ ഒരു രഹസ്യമുണ്ട്, അത് ഉറപ്പാ. പക്ഷേ മോൾ അന്ന് തന്നെ സിദ്ധുവിനോടൊന്ന് ആലോചിക്കണമായിരുന്നു. പറ്റില്ലായിരുന്നു ആന്റി. ആ രീതിയിലാ അവരെന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. ആന്റി തൽക്കാലം ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അച്ഛൻ ചിലപ്പോ ആന്റി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് ചോദിക്കണം മോളെ, ഞാൻ എന്തായാലും ചോദിക്കും. KK നായരിൽ നിന്ന് പണോ പണ്ടോ കിട്ടിയോന്നല്ല, പാവം നിന്നെ എന്തിനാ ഒരു കള്ളിയാക്കിയെന്ന് അതെനിക്കറിയണം. സത്യം പറഞ്ഞ നിന്നേക്കാളും കൂടുതൽ എനിക്ക് ഇപ്പൊ സന്തോഷവും സമാധാനവും കിട്ടിയത്. മോളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. മോളെ, ഇനി ഏത് വിഷയമായാലും ശരി സിദ്ധുവിനോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടേ ചെയ്യാവൂ. അതിനെ അങ്ങനെയുള്ളൂ ആന്റി. അച്ഛനെ മറന്ന് അച്ഛനറിയാതെ ഞാനിനി ഒന്നും ചെയ്യില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ ആന്റി. എന്താ നിങ്ങൾ ഭാര്യയും ഭർത്താവോ? അതിന്റെ ഇടയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ നന്ദന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദേവികയുടെ കർണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചേനെ. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങള് ഭർത്താവിനെ ഒളിക്കുകയും മറക്കുകയും ചെയ്യേണ്ടി വരും. ഭാര്യ എന്ന് പറയുന്ന ആള് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. എനിക്ക് നന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മുരളേട്ടാ. മുൻപ് എത്ര വിശാല മനസ്സുള്ള ആളായിരുന്നു, ഇപ്പം ഇടുങ്ങിപ്പോയി. ഇന്നലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ എനിക്ക് തോന്നിയത്. പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വെക്കണം. എടാ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? പുറത്താരും അറിയരുതെന്ന് ഉറപ്പ് വാങ്ങിയിട്ടുള്ളതല്ലേ പ്രഭാന്റി നന്ദനും. എന്നിട്ട് അവൾ അതൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ? അച്ഛനോട് ഞാൻ പറയുമെന്ന് കരുതിയെന്നാ ദേവി പറഞ്ഞേ. അതെ, നന്ദു അച്ഛനോട് പറയൂന്ന് തന്നെയാ ഞാൻ കരുതിയത്.
പക്ഷേ എന്നെ കുറ്റവാളിയാക്കിയിട്ട് നന്ദു ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടില് കറക്കവും കമ്പനിയായിട്ടൊക്കെ നടക്കുമായിരുന്നു. ദേവിക ചെയ്തത് കൃത്യമായിട്ടുള്ള കാര്യ. എന്തായാലും നന്ദനതൊരു ഷോക്കായി കാണും. അവൾക്കൊരു ഷോക്ക് കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷോക്ക്. ഏയ് അതൊന്നും വേണ്ട. എന്താ പേടിയാണോ അതോ സ്നേഹോ? സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല മുരളിയേട്ടാ. പക്ഷേ ആരെയോ നന്ദു പേടിക്കും പോലെയാ എപ്പോഴും. ഒരു പക്ഷേ ഇസബല്ലേ ആയിരിക്കും നന്ദു പേടിക്കുന്നേ. പേടിയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കള നന്ദ. നന്ദം വ്യക്തിത്വമുള്ള ഒരാളാ. MLA എന്ന് വെച്ച് കൊമ്പും തുമ്പിക്കയൊന്നും ഇല്ലല്ലോ. അവളെ ഇത്രയും സ്നേഹിച്ച നന്ദനെ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാ കെയർ ചെയ്യുന്നത്? ഇനി മുതൽ നന്ദൻ ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കരുത്. ഇല്ല, ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ആ പ്ലാന്റിന്റെ കാര്യത്തില് ആരോപണം കേട്ടു. നന്ദുവിനെ ഇസബെല്ലയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നപ്പോ ആക്ഷേപവും കേട്ടു. ഇനി വിട്ടുകൊടുക്കില്ല. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തു വേണമെന്ന് എനിക്കറിയാം. ഞാൻ ഇനി അവൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. മുട്ടുമടക്കണ്ട. പക്ഷേ നിങ്ങളുടെ ബന്ധം ഉലയരുത്. ഇനി ബന്ധം ഉലഞ്ഞാലെന്താ? ഒരു ദേവിക പോയാ 9 ദേവികമാര് വരും നന്ദന്റെ അടുക്കല്. സത്യം, നന്ദൻ അനുഭവിക്കുന്ന വേദന കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. സങ്കടം വന്നാലും പരസ്യമായിട്ട് കരയാൻ പറ്റില്ലല്ലോ മുരളേട്ട. MLA ആയി പോയില്ലേ. സമാധാനിക്ക് ദേവിക, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവാൻ പോണില്ല. അവൾ അതിന് സമ്മതിക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദേവിക. ശരിയാവുമായിരിക്കും അല്ലേ? ദേ, നിന്റെ കൂടെ ഞാനും കെവിനും ഒക്കെ ഇല്ലേ, നീ പേടിക്കണ്ട. എന്തായാലും ശരി, നന്ദൻ ഇനി ഒന്നും വിട്ടുകൊടുക്കരുത്. ഇല്ല, മതി. ഈ കോൺഫിഡൻസ് മതി. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഒരിക്കലും എല്ലാം തിരിച്ചറിഞ്ഞ് നന്ദൻ വരും, ദേവികയോട് മാപ്പ് ചോദിച്ച്. നിന്റെ ജീവിതം നിന്റെ കയ്യില. തീരുമാനം നീ എടുക്കണം. വാ. ഞാൻ അനുഭവിക്കുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ, ജീവിതത്തിൽ മറ്റൊരു അവസരത്തിലും തോന്നിയിട്ടില്ല. ദേവികയെ വല്ലാതെ വെറുത്തു പോയിരുന്നു. അഴിമതിക്കാരിയെന്നും ജനവഞ്ചകിയെന്നും മനസ്സിൽ അവളെ സങ്കല്പിച്ചു. പക്ഷേ അവളെ കെണിപ്പെടുത്തിയതാണെന്നതായി പറയുന്നു. അവക്കനുസരിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റായിരുന്നില്ല. അല്ല ഗിരി, അവള് പറഞ്ഞത് പൂർണ്ണമായിട്ട് സത്യമായിരിക്കില്ല. KK നായർക്ക് ലൈസൻസ് വാങ്ങിക്കൊടുത്തിട്ട് അമ്മയ്ക്ക് നന്ദൻ എന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞത് ദേവിക. അവൾ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. മാഡത്തിനെതിരെയും നന്ദനെതിരെയും ദേവിക വെറുതെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അപ്പം എതിർക്കായിരുന്നത്? അവരുടെ കൂടെ മുന്നിൽ വെച്ചല്ലേ ദേവിക എല്ലാം പരസ്യമാക്കിയത്. അപ്പോ ഇനി അന്വേഷിക്കേണ്ട ദേവികയെക്കുറിച്ചല്ല, മാഡത്തെയും നന്ദനെയും കുറിച്ചാണ്. KK നായർ പരിചയത്തിന് ആളായതുകൊണ്ടല്ലേ പ്രഭാവതി നിർബന്ധിച്ചെന്ന് പറയുന്നത്? അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതെല്ലാവരുടെ അറിവോടുകൂടി വേണ്ടേ? ഇവിടെ ഇപ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ മേഡവും നന്ദനും എന്തിനാ ഇതൊക്കെ മൂടി വെച്ചതെന്ന് അന്വേഷിക്കേണ്ടത്.